ഇങ്ങോട്ടേക്ക് വന്നേ? വ്രതസമയത്ത് ഇങ്ങോട്ട് വരുന്നത് തെറ്റാന്നറിയില്ലേ? ഞാൻ തന്റെ ഭർത്താവല്ലേ? താൻ കിടക്കുന്നിടത്തേക്ക് വരാൻ എനിക്ക് അവകാശമില്ലേ? എന്തെങ്കിലും സംഭവിച്ച് ഈ വ്രതം മുടങ്ങിയ വ്രതം എടുക്കുന്നവൾക്ക് സർപ്പകോപമുണ്ടോ എന്ന് പറഞ്ഞ അവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്കുള്ള കുഴികുത്തല. നവീൻ പോയിക്കോളൂ. എന്തിനാ ആട്ടി ഓടിക്കുന്ന പോലെ പെരുമാറുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷേ താൻ പോകാൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എന്താ അമ്മ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? വീട്ടിലടി നവീനെ അവള് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതിനകത്താണെങ്കിലേ രണ്ടുപേരും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടാണോ അമ്മ അതിന് കാവല് നിൽക്കുന്നേ? പിന്നെ കാവല് നിൽക്കാനോ? അവര് പ്രേമിച്ചോട്ടടി. ഏതെങ്കിലും വിധത്തില് ഈ വ്രതം മുടയും കിട്ടിയ അവളുടെ മരണമാ ഓർപ്പിക്കാൻ പോന്നെ. നമുക്കത് പോരെ? അങ്ങനെ ഇപ്പൊ വ്രതം മുടക്കണ്ട. നവീനെ വേറൊരാളുടേതാക്കിയിട്ടാണോ വ്രതം മുടക്കുന്നതും എന്റെ കല്യാണം നടത്താൻ പോകുന്നതും? നവീനെ ഇപ്പൊ തന്നെ ഞാൻ ആ മുറിന്ന് പറഞ്ഞു വിടും. അമ്മ നോക്കിക്കോ. മിണ്ടതടങ്ങിയിരിക്കും. വിട്ടിത്തം കാണിക്കരുതേ. വിട്ടിത്തരം കാണിക്കുന്നത് അമ്മേ. വീട്ടില് അടങ്ങിയിരിക്കും അവിടെ. അമ്മ തൻ്റെ അടുത്തുനിന്ന് പോയി കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരിക്കാടോ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? തിരക്ക് പിടിക്കണ്ട. പറയാൻ എനിക്കും ആഗ്രഹമുണ്ട്, കേൾക്കാൻ തനിക്കും ആഗ്രഹമുണ്ട്. അതിനുള്ള അവകാശം നമുക്ക് രണ്ടുപേർക്കുണ്ട്. പിന്നെന്താ?